മഹാനഗരത്തിൽ ആളുകൾ തിങ്ങിപ്പറക്കുന്ന ഒരിടം. അവിടെ ഏതാണ്ട് 10 സെൻറ്റ് സ്ഥലം. അതിൽ നല്ലൊരു ഭാഗം എടുത്തു പണി ചെയ്ത ഒരു 2 നില കെട്ടിടം. ബാക്കിയുള്ള സ്ഥലത്താണ് ആൽഫ്രഡും ഭാര്യ ബേട്ടിയും മകൻ സച്ചിനും സഹായി മോളിയും ചേർന്നൊരുക്കിയ ഫാം. നാട്ടുകാർ ആൽഫി എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന ആൽഫ്രഡ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥനാണ്. റെയിൽവേയിലെ ഉദ്യോഗസ്ഥയാണ് ബേർട്ടി. മകൻ സച്ചിൻ ഓസ്ട്രേലിയയിൽ ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഇപ്പോൾ ഇന്ത്യയിൽ ജോലി നോക്കുന്നു. ദശാബ്ദങ്ങളായി ഇവരോടൊന്നിച്ച് സഹായിയായി നിൽക്കുകയാണ് മോളി. ഇവരുടെയെല്ലാം ഒഴിവു സമയങ്ങളിൽ വെറും വിനോദത്തിനായി തുടങ്ങിയതാണ് ഈ ഫാം. പൂക്കളുണ്ടാകുന്നതും ഉണ്ടാകാത്തതുമായ പലതരം ചെടികൾ, ഫലവൃക്ഷങ്ങൾ, അടുക്കളക്കാവശ്യമായ പച്ചക്കറികൾ ഉണ്ടാക്കുന്ന പലതരം ചെടികൾ, പലതരം കോഴികൾ, മീനുകൾ, മുയൽ പോലുള്ള ചെറു മൃഗങ്ങൾ എന്നുവേണ്ട ഒരു വീട്ടിന് ചുറ്റുപാടുമായി ഉണ്ടാക്കാവുന്ന എല്ലാം ഇവിടെയുണ്ട്. പരിചയപ്പെട്ടുകൊണ്ട് ആ കാഴ്ചകളിലേക്ക് പോകാം. സച്ചിൻ സ്ഥലത്തില്ലാത്തതിനാൽ കൂട്ടത്തിൽ കിട്ടിയില്ല. എൻ്റെ പേര് ആൽഫ്രഡ് വാൻഡ്രോസ്. എൻ്റെ പേര് ബെർട്ടി മോൾ. എൻ്റെ പേര് മോളി. ഇവനാണ് ഞങ്ങളുടെ നാച്ചോ. ഇത് ആന്തൂറിയാണ്. 23 വർഷം പഴക്കമുള്ള ചെടിയാണിത്. എല്ലാ വർഷവും ചെടിച്ചട്ടികൾ പെയിൻ്റ് അടിച്ച് പുതുക്കും. പിന്നെ മാസത്തിലൊരിക്കൽ വളമിട്ട് കൊടുക്കും. അതുകൊണ്ട് എപ്പോഴും പൂക്കളുണ്ടാവും. ഇത് ഓർക്കിഡാണ്. ഇതിപ്പോൾ പൂവുണ്ടാകുന്ന സീസണല്ല. പൂവ് ഉണ്ടാകുമ്പോൾ നല്ല വയലറ്റ് കളറിലുള്ള പൂവായിരിക്കും. ഇതൊരു വെറൈറ്റി ഇലച്ചെടിയാണ്. ഇത് മെറൂൺ കളറാണ്. ഇത് കൂമ്പായിട്ട് വരുമ്പോൾ ഇതിൻ്റെ പൂവിന് മെറൂൺ കളറാണ്. ഇത് മൂത്ത് കഴിയുമ്പോൾ ഇലയുടെ ഫ്രണ്ട് വശം പച്ച കളറും അടിവശം മെറൂൺ കളറുമാണ്. ഇത് 23 വർഷം പഴക്കമുള്ള മുസാണ്ട ചെടിയാണ്. ഇപ്പോൾ പൂവുണ്ടാകുന്ന സീസൺ അല്ല, പൂ വരാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കണം. മുസാണ്ട എന്നാണ് ഇതിൻ്റെ പേര്. വയലറ്റ് കളറാണ് പൂവ്. കവികൾ പാടി പുകഴ്ത്തിയ കാട്ടുചെമ്പകം. ഇത് നാടൻ റോസാണ്. ഈ കളറാണ് ഇതിൻ്റെ പൂവിന്. എല്ലാ മാസവും പൂക്കളുണ്ടായിക്കൊണ്ട് പൂക്കളുണ്ടായി വെട്ടി നിർത്തിയൊക്കെയാണ്. ഇത് ഉടനെ തന്നെ ഇനി പെട്ടെന്ന് പൂവുണ്ടാവും. നല്ല മണമാണ് ഇതിന്. ഇത് കള്ളിമുൾ ചെടിയാണ്. ഇത് വർഷത്തിൽ ഒരിക്കലേ പൂവുണ്ടാവുള്ളൂ. ഇതിൻ്റെ കളറ് ചുവന്ന കളറാണ് പൂവിൻ്റെ. വെട്ടി നിർത്താത്തത് കൊണ്ടാണ് ഇങ്ങനെ ശാഖകൾ ഇങ്ങനെ വന്നതാണ്. എല്ലാ കൂമ്പിലും ഓരോ പൂക്കളുണ്ടാവും. ഇത് ഇലച്ചെടികളാണ്. ഇത് എല്ലാ വർഷവും ഇതിൽ പൂവിടും. ഈ പൂ ഒരു മാസമെങ്കിലും നിൽക്കും. ഇത് ബോൺസായുടെ ചെറിയ തൈയാണ്. ഇത് പിടിച്ചിട്ട് ഇപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞ്. ഇത് വേറൊരു തരം ബോൺസായുടെ തൈയാണ്. ഇതിൽ കടും ചുമപ്പാണ്.
ഇനത്തിൽപ്പെട്ട ഒരു വെറൈറ്റിയാണ്. പല പല ടൈപ്പിലുള്ള ഇലകളാണ് ഇതിൻ്റെയൊക്കെ. നല്ല ഭംഗിയാണ്. വെയിലത്ത് വെച്ചാൽ പല കളറാവും. രണ്ട് മൂന്ന് കളറുണ്ടാവും. പല കളറുണ്ട്. ഓരോ സമയത്ത് അപ്പോൾ പച്ച, ഇങ്ങനെ ഇളം റോസ് ഉള്ള കളറാണ്. ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ ഉണ്ട്, കപ്പ് പോലെ ഉള്ളിലോട്ട് ഇരിക്കണതാണ്. അതിൻ്റെ ഉള്ളിലോട്ട് പ്രാണികൾ കടന്നു കഴിഞ്ഞാൽ അതിനെ കുടുക്കി അത് ആഹാരമാക്കുന്ന സസ്യമാണ്. നോൺ വെജ് വിഭാഗത്തിൽപ്പെട്ട സസ്യമാണ്. എന്ന് പറഞ്ഞ ചെടിയാണ്. ഈ പൂ 1 മാസത്തോളം നിൽക്കും. ഒരെണ്ണം ഉണ്ടാവും. ഒരു ഇതിൽ ഒരു പൂ. ചെടിയിൽപ്പെട്ടാണ്. ഇതിൻ്റെ പൂ 1 വർഷത്തിൽ ഒരിക്കലും ഉണ്ടാവും. 1 മാസമെങ്കിലും ഈ പൂ വന്നെയുള്ളൂ, വിടർന്നിട്ടില്ല. ഇലഞ്ഞി മരമാണ്. 23 വർഷം പഴക്കമുള്ളതാണ്. നിറച്ച് പൂത്തിട്ടുണ്ട്. കായ ഉണ്ടാകാൻ തുടങ്ങാൻ പോകണം. ചെടിച്ചട്ടിയിലാണ് ഇട്ടേക്കുന്നത്. ഈ ചെടിയുടെ ഇലക്ക് 2 കളറാണ്. അടിവശം ഈ കളറും മുകളിൽ പച്ചയും. നല്ല ഭംഗിയാണ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. വെള്ളം അധികം ആവശ്യമില്ലാത്ത മരുഭൂമിയിൽ വളരുന്ന ഒരു ചെടിയാണ്. ഇത് ഒഴിക്കാൻ നേരത്ത് ചറം ധാരാളം വരും. ഇലച്ചെടിയാണ്. ഇതിൻ്റെ പൂവ് ഇതെങ്ങനെ ഇരിക്കുന്നത്, കായ പോലെ. നാടൻ മുല്ലയല്ല, മുട്ട് നമ്മുടെ മുല്ല പോലെ തന്നെ ഇങ്ങനെയാണ്. പക്ഷേ പൂവുണ്ടാകുമ്പോൾ ഇതേപോലെ വിടർന്ന് വലിയ പൂവായിരിക്കും. ഇത് മരുഭൂമിയിൽ വളരുന്ന ഒരു ചെടിയാണ്. 5 വർഷം കൂടുമ്പോൾ ഒരു പൂവുണ്ടാവും. അത് 1 മാസമെങ്കിലും നിൽക്കും. പൂവൊക്കെ ഇപ്പം വിരിഞ്ഞ് വീഴാൻ തുടങ്ങി. ഇത് വെറൈറ്റി മുല്ലയാണ്. ഇത് വേറെ ടൈപ്പാണ്. അങ്ങനെ മണം അധികമില്ലാത്ത ടൈപ്പ് മുല്ലയാണ്. കൊലകുത്തിയല്ല, കുറേ ദിവസം നിൽക്കുമ്പോൾ ഈ പൂവ്. ഇത് ആര്യവേപ്പാണ്. എല്ലാ വീട്ടിലും വളർത്തുന്നത് വളരെയധികം ഉപകാരപ്രദമാണ്. ഇത് വരിക്കപ്ലാവാണ്. ഈ കൊല്ലം ചക്ക കുറവാണ്. എല്ലാ കൊല്ലം ഭയങ്കരമായിട്ട് ഉണ്ടാകുന്നതാണ് കറക്റ്റ് പോലെ. ഈ കൊല്ലം എല്ലായിടത്തും ഉണ്ടാകാത്ത പോലെ ഇത്. ചുണ്ടില്ലാ പണ്ണൻ വാഴയാണ്. നല്ല മധുരമുള്ളതാണ്. കടയിൽ ഈ സാധനം കിട്ടുകയില്ല. പെട്ടെന്ന് പഴുത്ത് ഉതിർന്നു പോകുന്ന കാരണം കടക്കാർ ഇത് മേടിക്കാറില്ല. ഇത് റോബസ്റ്റ് വാഴയാണ്. കൊല വരാൻ പോണ്. നല്ല വലിയ കൊലയായിരിക്കും. വളം നല്ലപോലെ ചെയ്തതുകൊണ്ട് കൊല ഇങ്ങോട്ട് പുറത്തോട്ട് വന്നിട്ടില്ല, വരാൻ പോണേ ഉള്ളു. ഇത് ഷുഗറുകാർക്ക് കഴിക്കാൻ പറ്റുന്ന പഴമാണ്. പൂവൻവാഴയാണ്. ലൈനിൽ കംപ്ലീറ്റ് കാണുന്ന എല്ലാം പൂവനാണ്.
മരത്തിൻ്റെ പേര് ലക്ഷ്മി തരു. ക്യാൻസറിന് ഉള്ള ഒരു ഔഷധ ഗുണമുള്ള ഒരു മരുന്നായിട്ട് ഇത് ഉപയോഗിക്കുന്ന ഒന്നാണ്. ഇത് നാടൻ കപ്പയാണ് ഈ നട്ടേക്കണത്. ഓരോ കട പറിച്ച് കഴിയുമ്പോഴും അപ്പം തന്നെ ഞാൻ അടുത്ത കട നട്ടു തുടങ്ങും. ഇത് റംബുട്ടാൻ മരമാണ്. നട്ടിട്ട് 2 വർഷമായിട്ടില്ല, കായ്ക്കാൻ തുടങ്ങുന്നു. ഇത് മെക്സിക്കൻ ചീര എന്ന് പറയും. ഇത് ഷുഗറുകാർക്ക് ഒരു ഔഷധ ഗുണമുള്ള ഒരു ചീരയാണ്. ഇത് കഴിച്ചാൽ ഒരു 500 ഷുഗർ ഉള്ളവർക്ക് ഒരു 90 കുറയും. കുമ്പളത്തിൻ്റെ പൂവാണ് ഈ കാണുന്നത്. കുമ്പളം ഉണ്ടായി തുടങ്ങുന്നേ ഉള്ളൂ. ഇത് ഉണ്ടായി തുടങ്ങിയാൽ ഇത് നിറച്ച് ഇതിലുണ്ടാവും. ഇത് ഈ കുമ്പളത്തിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇത് കരിക്കുമ്പളങ്ങയെന്ന് വരും. ഔഷധത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു കുമ്പളങ്ങയാണിത്. ഇത് ആത്തമരമാണ്. ഈ ആത്തച്ചക്ക ഷുഗർ, കൊളസ്ട്രോള്, ക്യാൻസർ ഉള്ളവർക്ക് വളരെ ഔഷധ ഗുണമുള്ള ഒരു ചക്ക മരമാണ്. നാടൻ പേരാണ്. വെറ്റിലക്കൊടി. ഇത് വേപ്പ്, നാടൻ വേപ്പ്. ഇത് കറ്റാർ വാഴ. ഇതിൻ്റെ ജെല്ലെടുത്ത് തലയിൽ ഡെയിലി തേച്ച് കഴിഞ്ഞാൽ മുടി കറുക്കുകയും മുടി നീളുകയും ചെയ്യും. ഇത് വഴുതന തൈ. കൂട്ട് വരുന്നുണ്ട്, ഉണ്ടാകാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഇത് കാന്താരി മുളക്. കൂട്ട് വരുന്നതേ ഉള്ളൂ, ഉണ്ടായി. ഒരെണ്ണം ഉണ്ടായി ആദ്യമായിട്ട്. ഇത് നമുക്ക് കറിക്ക് ഉപയോഗിക്കണ വലിയ പച്ചമുളക്. ഇത് വഴുതനങ്ങ തൈ. ചുമന്ന ചീര. ഇത് ബീൻസ്. ഇത് കുമ്പളങ്ങ തൈ. ഇത് റോബസ്റ്റ് വാഴയുടെ കൊലയാണ്. വെള്ളം കുറഞ്ഞത് കൊണ്ടാണ് ഈ പ്രാവശ്യം എല്ലാം ചെറിയ കൊലകളാണ്. ഇത് നട്ടിട്ട് 3 വർഷം ആയതേ ഉള്ളൂ. ഇത് പൂത്ത് കായ് നിറച്ചുമായി. ചെമ്മിപ്പുളി മരം. ഇവിടെയുള്ള 2 തെങ്ങാണ്. ഇത് രണ്ടും നാടനാണ്. ഇത് ഒരു 3 മാസം കൂടുമ്പോൾ കയറുമ്പോൾ ഒരു 10-55 തേങ്ങ ഇട്ട് ഞങ്ങൾക്ക് തേങ്ങ പുറത്തുനിന്ന് മേടിക്കേണ്ട ആവശ്യമില്ല. വളർത്തുമീൻ. ബാൽക്കണിയിൽ ബോഗൺവില്ലയും മറ്റു ചെടികളും. ഒരു വിധത്തിൽ ഇനത്തിൽപ്പെട്ട പലയാണ്. ഇതിൻ്റെ മുമ്പ് നോക്കി റോസ, ബോഗൺവില്ല, വേറെ ഇനത്തിൽപ്പെട്ട പലവിധ ചെടികളാണ്. ഇതിനൊന്നും അധികം വെള്ളം വേണ്ട. കുറച്ചേ ഉള്ളൂ. ടോട്ടൽ 54 ഉണ്ടായിരുന്നു. കിളികൾക്കെന്ന് പറഞ്ഞാൽ 1 വർഷത്തെ ആയുസേ ഉള്ളൂ. കുറേ എല്ലാം ചത്തുപോയി. ഇപ്പോൾ ഒരു 10-15 ഉള്ളൂ ഇതിനകത്ത്. ഇത് ഫാൻസി കോഴിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കാലുകളിലൊക്കെ ചിറകുണ്ട്. ഇങ്ങനെ പറക്കണ പോലെ കാലുകൾക്ക് ചിറകുകളുണ്ട്. ഇത് വേറെ ഫാൻസി കോഴിയാണ്. ഇതിൻ്റെ തലയിൽ വെള്ള കോഴിയാണ്, കറുത്തന. ഇതൊരു ഫാൻസി ടൈപ്പ് പൂവൻകോഴിയാണ്. ഇതിൻ്റെ വാല് കാണാൻ നല്ല ഭംഗിയാണ്. ഇത് മുള്ളൻകോഴി എന്ന് പറയും. ഇതിന് മുള്ള് പോലെ ഇങ്ങനെ എതിർത്ത് ഇതിൻ്റെ രോമമൊക്കെ. അതുകൊണ്ടാണ് ഇതിനെ മുള്ളൻകോഴി എന്ന് വിളിക്കുന്നത്. ഇതില് നാടനും മുള്ളനും 3 ഇനത്തിൽപ്പെട്ട കോഴികളാണ് ഈ കുട്ടികൾ.
ഗിനിപ്പന്നികളും ബാക്കി മുയലുകളുമാണ്. കണ്ണ് ചുവപ്പുള്ളത് നാടൻ മുയലാണ്, നല്ല ഭംഗിയുള്ളതാണ്. ആ ബ്ലാക്കും ആ ഒരു തലയിൽ കറുപ്പുള്ളതുമാണ് ഗിനിപ്പന്നി. ഇതിന്റെ അകത്ത് തിലോപ്പി കുഞ്ഞുങ്ങളാണ് വളർത്താനിട്ടേക്കണം. കുഞ്ഞുങ്ങളെ ചെറുതായിട്ട് വളർന്നു വന്നിട്ടേ ഉള്ളൂ, വലുതായിട്ടില്ല. പ്രസവിച്ച് ഒരാഴ്ചയിലായിട്ടുള്ളൂ. കുഞ്ഞുണ്ടാവും. കണ്ണണ്ട കണ്ണ്. ഇവിടെയും ഉണ്ട് വളർത്തുന്നു. പരിശ്രമിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ സ്ഥലപരിമിതിയോ സമയക്കുറവോ ഒന്നിനും തടസ്സമാവില്ല എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ ഫാം.